നമുക്കൊന്ന് കൗൺസിലിങ്ങിന് ഒരു അമ്മയും കുട്ടിയും വന്ന് ഓർക്കണ്ടോ? അങ്ങനെ പറഞ്ഞാൽ ഒത്തിരി അമ്മയും കുഞ്ഞുങ്ങളും അച്ഛനും കുടുംബമൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അല്ലല്ല, അത് ശരിയാണ്. ഇത് മറ്റേ സ്പെസിഫിക് ആയിട്ട് നമ്മൾ പറയുകയും ചെയ്തു. ആ ഒരു 2-2.5 വയസ്സുള്ള ഒരു പെൺകുട്ടി മുടിയൊക്കെ ഇങ്ങനെ മുകളിൽ കെട്ടി നമ്മുടെ കമ്പ്യൂട്ടറുകൾ എല്ലാത്തിലും കിടന്ന് കുത്തിക്കളിച്ച് എല്ലായിടത്തും ഓടി നടന്ന് ഓർക്കണ്ടോ? റൂമുകൾ എല്ലായിടത്തും കയറി. ബാക്കി ആരും അങ്ങനെ കുട്ടികളൊന്നും അങ്ങനെ പോകാറില്ല. മറ്റേ ആ ടേബിളിൽ നിന്ന് പാവയൊക്കെ എടുത്ത് അത് തന്നെ എന്നുവെച്ചാൽ നമ്മളിങ്ങനെ മറക്കാൻ വഴിയില്ല. അതെ അതെ. ആ കൊച്ചിന്റെ ഇൻസിഡന്റ് എന്താണെന്നൊന്ന് പറഞ്ഞു. ആ കൊച്ചിന്റെ ഇൻസിഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ കൊച്ച് മരിച്ചുപോയ ആരെടുത്തോ സംസാരിക്കുന്നു എന്നുള്ളതാണ്. ഈ ആരെന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. ഈ കൊച്ചിന്റെ അച്ഛനും അമ്മയൊക്കെ ആ പുള്ളിക്കാരി നോർത്ത് ഇന്ത്യക്കാരിയാണ്. അപ്പോഴേ ഇവര് നോർത്ത് ഇന്ത്യയിൽ വെച്ച് പുള്ളി കണ്ട് ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ച് വളരെ സന്തോഷത്തോടെ ജീവിക്കുന്നതിൻ്റെ ഇടയിൽ പുള്ളിക്കാരന് കേരളത്തിലേക്ക് ആ കമ്പനി ട്രാൻസ്ഫർ കൊടുത്ത് പുള്ളി കേരളത്തിൽ വന്നതാണ്. ഇവിടെ വരുമ്പോഴാണ് പുള്ളിക്കാരിയുടെ ആദ്യത്തെ പ്രസവം വരുന്നത്. അങ്ങനെ പ്രസവത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇവരുടെ നോർത്ത് ഇന്ത്യയിലെ അച്ഛനും അമ്മയൊക്കെ വന്ന് ഇവരെ കൂട്ടിക്കൊണ്ടുപോയി. അങ്ങനെ വളരെ സന്തോഷകരമായി നല്ലൊരു കുഞ്ഞിന് ജന്മം നൽകി. പക്ഷേ ആ കുഞ്ഞിനെ ഒരു നോക്ക് കാണാൻ പോലും ആ സ്ത്രീക്ക് കഴിഞ്ഞില്ല. അവരുണ്ടല്ലോ പ്രസവത്തിൻ്റെ ഇടയിൽ മരണപ്പെട്ടു പോയി. അതൊരു കാരണം അവർക്ക് ഒത്തിരി സ്വപ്നങ്ങളുണ്ടായിരുന്നു. കാരണം കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഇവർ ആ കുഞ്ഞിൻ്റെ പേരിടൽ ചടങ്ങിനെ കുറിച്ചും കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് വളരെ സ്വപ്നം കണ്ട് കിടന്നൊരു സ്ത്രീയായിരുന്നു. പക്ഷെ മരണപ്പെട്ടു പോയി. അത് ആ പുള്ളിയെ മാനസികമായി തളർത്തി കളഞ്ഞു. അങ്ങനെ ഇരുന്നു. പിന്നെ ഇയാളുടെ മാനസികാവസ്ഥ കണ്ടിട്ട് ആ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ നേരെ കേരളത്തിൽ വന്ന് താമസിച്ചു. ഇവരുടെ അടുത്ത് തന്നെ താമസിച്ചു. കാരണം കുഞ്ഞിനെ നോക്കാൻ പറ്റണമല്ലോ. കാരണം ഈ പുള്ളിയുടെ അച്ഛനും അമ്മയും നല്ല പ്രായമായവരാണ്. അവർക്ക് കുഞ്ഞിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. മറ്റവർക്ക് അങ്ങനെയല്ല, കുഞ്ഞിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അങ്ങനെ എന്ത് ചെയ്തു, ഇവര് കേരളത്തിൽ വന്ന് താമസിച്ചു. ഈ കുഞ്ഞ് അവരുടെ വീട്ടിൽ സന്തോഷത്തോടെ വളർന്നു. അപ്പോൾ പുള്ളി ചെല്ലും, കുഞ്ഞിനെ കളിപ്പിക്കും, എല്ലാം ചെയ്യും. കുഞ്ഞിനെ വീട്ടിലേക്ക് രാവിലെ കൊണ്ടുവരും. വൈകുന്നേരം അവരുടെ അച്ഛനും അമ്മച്ചിയും കൂടെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകും. അങ്ങനെയൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ കുഞ്ഞ് ഇവിടെ കിടക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു കുഞ്ഞ് വളർന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഒരു ദിവസം രാത്രി അവരുടെ തറവാട്ട് വീട് എന്ന് പറഞ്ഞാൽ ഈ പുള്ളിയുടെ വീട്ടിൽ വെച്ച് കൊച്ചു രാത്രി കരഞ്ഞുകൊണ്ട് എഴുന്നേക്കുകയാണ്. ഒരു 1-1.5 വയസ്സ്. ഈ അമ്മ എന്ന് വിളിക്കാനായിട്ട് ഉള്ള ആ ഏജ് വന്നു. ഈ കൊച്ചു രാത്രി അമ്മ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കരയാൻ തുടങ്ങി. അപ്പോഴത്തേക്ക് ആ കൊച്ചു കരയുമ്പോൾ എല്ലാവർക്കും വിഷമമാണ്. കാരണം അമ്മ എന്ന് പറഞ്ഞൊരാളില്ലല്ലോ. ആ സമയമാകുമ്പോൾ ഈ പുള്ളിക്കും മാനസികമായി ഭയങ്കര ബുദ്ധിമുട്ടുകളുണ്ടാകും. അങ്ങനെ കൊച്ച് ഇതും പറഞ്ഞ് കരയാൻ തുടങ്ങിയപ്പോൾ എന്താ ചെയ്തതെന്നറിയോ? ഇവര് കൊച്ചിനെ എടുത്ത് ആശ്വസിപ്പിച്ച് പാട്ടൊക്കെ പാടി താരാട്ടൊക്കെ പാടി എല്ലാവരും മാറി എടുത്ത് കൊച്ചിനെ പിന്നെ കിടത്തി ഉറക്കി. പക്ഷെ പിന്നെ ഇവർ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചു ഉറക്കത്തിൽ കിടന്ന് കൈ ഇങ്ങനെ കാണിച്ചിട്ട് ഒരു സൈഡിലേക്ക് കാണിച്ചിട്ട്, ഈ നമ്മൾ ഒരാൾ കൈവിരലെ പിടിക്കുമ്പോൾ കുഞ്ഞു പിള്ളേരുടെയൊക്കെ കയ്യിൽ നമ്മുടെ കയ്യിൽ ഇങ്ങനെ ചുരുട്ടി പിടിക്കുമ്പോൾ നമ്മുടെ വിരലിലാണ് അവർ പിടിക്കുക. അപ്പോൾ ആ കൊച്ചു കൈ ഉയർത്തുന്ന പോലെയൊക്കെ ഉയർത്തി ഒരാൾ ആ കൊച്ചിൻ്റെ കയ്യിൽ ഹോൾഡ് ചെയ്തേക്കുന്ന പോലെ ഒരു തോന്നലുണ്ടാവും. ഈ കൊച്ച് മാ വിളിച്ചോണ്ടിരിക്കും. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊച്ച് എപ്പോൾ കരഞ്ഞാലും കരഞ്ഞോണ്ടിരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ഈ കുട്ടി നിർത്തി ചിരി തുടങ്ങും. ഒരു സൈഡിലേക്ക് കൈ ചൂണ്ടി അമ്മ എന്ന് പറഞ്ഞു വെച്ചിട്ട് ഈ കൊച്ച് ചിരിക്കാൻ തുടങ്ങും. അങ്ങനെ ഈ കൊച്ച് ഇങ്ങനെ വളരാൻ തുടങ്ങി. വളർന്നു വരുന്നതിൻ്റെ ഇടയ്ക്ക് ഈ കൊച്ചിൻ്റെ എന്തോ ജാതകമൊക്കെ നോക്കുന്നതിന് വേണ്ടി ഒരു ജ്യോതിഷനെ ചെന്ന് കണ്ടപ്പോഴാണ് അദ്ദേഹം പറഞ്ഞു, ഈ കൊച്ച് മരിച്ചുപോയ അമ്മയെ കാണുന്നുണ്ട്, അതുകൊണ്ടാണ് ഈ കൊച്ച് അമ്മ എന്ന് പറയുന്നത്, അവരുടെ സാന്നിധ്യം നിങ്ങളുടെ വീട്ടിലുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ അതിന് കുറച്ച് കാര്യങ്ങൾ ആ വീട്ടിൽ സംഭവിക്കുന്നുണ്ട്. ഈ കുഞ്ഞ് വീഴാൻ പോയാലും ഉണ്ടല്ലോ, അവർ പറയുന്നത് ആ കൊച്ച് വീഴുന്നതിന് മുമ്പേ ആ കൊച്ചിരിക്കുന്നിടത്ത് വേറെ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് വീഴും. അപ്പോൾ എല്ലാവരും അങ്ങോട്ട് ശ്രദ്ധിക്കുമല്ലോ. അപ്പോൾ ഇവർ കാണും കൊച്ച് വീഴാൻ പോകും, ഓടി പിടിക്കാൻ പറ്റും. അത് ആരാണ് ഈ ഒബ്ജക്റ്റ് തള്ളിയിടുന്നതെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ ഇവർ വിശ്വസിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മരിച്ചുപോയ അമ്മ ചെയ്യുന്നത് എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ കുഞ്ഞിന് തൊട്ടിലേക്ക് കിടത്തി ഇവർ ഉറക്കുമ്പോൾ
ഒരു ദിവസം ഇവരുടെ അച്ഛൻ്റെ കൂടെ ഇവർ കൊച്ചു കിടക്കുകയായിരുന്നു. അപ്പോൾ പുള്ളി ഇങ്ങനെ ഉറക്കത്തിൻ്റെ ഏതോ ഒരു സ്റ്റേജിൽ പുള്ളി കണ്ടുകൊണ്ടിരിക്കുകയാണ് കട്ടിലിൻ്റെ സൈഡിൽ വന്ന് വെച്ചിട്ടൊരു സ്ത്രീ രൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി പറയുന്നത് സ്ത്രീ രൂപം എന്ന് പറയുന്നു. നമുക്കത് നമുക്കറിയത്തില്ല, നമ്മുടെ അടുത്ത് പറഞ്ഞതോ നമുക്കറിയാവുന്നത്. അതെ അതെ. ആ രൂപം ഈ കുഞ്ഞിന് നല്ല പനിയുള്ള ദിവസമായിരുന്നു. അതുവരെ കരഞ്ഞ് നിലവിളിച്ചുകൊണ്ടിരുന്ന ആ കുഞ്ഞിൻ്റെ നെറ്റിയിൽ ഇങ്ങനെ തടവിക്കൊണ്ടിരിക്കുക. ഇദ്ദേഹം ഞെട്ടി എഴുന്നേറ്റു എന്ന് പറഞ്ഞു. ഞെട്ടി എഴുന്നേറ്റു, പുള്ളിയും ടെൻഷനായി. പക്ഷെ കുഞ്ഞ് അതുവരെ ബഹളം വെച്ച് ഒച്ച വെച്ചുകൊണ്ടിരുന്ന കുഞ്ഞ് വളരെ ശാന്തമായി അവിടെ കിടന്നുറങ്ങി. പുള്ളിയൊന്ന് മയങ്ങിപ്പോയപ്പം സംഭവിച്ചതാണ്. അപ്പോഴാണ് ഈ കുഞ്ഞിൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും പറയുന്നത് ഇവരുടെ ഫ്ലാറ്റിൽ കൊച്ചു കിടക്കുമ്പോഴും ഇങ്ങനെ ഒരു പ്രസൻസ് അവർക്ക് ഫീൽ ചെയ്യും. അവിടെ ആ മുറിയിൽ വേറെ ആരോ ഉണ്ട്. ചില സമയത്ത് ആരോ ഒരു താരാട്ട് പോലെ മൂളുന്നൊരൊച്ച പോലെ തോന്നും. ചെന്ന് നോക്കുമ്പോൾ ഈ കുഞ്ഞായിരിക്കും മൂളുന്നത്. പക്ഷെ അവിടെ നിന്ന് മാറിക്കഴിയുമ്പം അത് കുഞ്ഞല്ല മൂളുന്നത്, ഒരു വലിയ ആളുടെ ഫീൽ ചെയ്യും. അങ്ങനെ വന്നു. കുറച്ച് കഴിഞ്ഞപ്പം ഈ ജ്യോതിഷനെ കാണാൻ പോയല്ലോ. അപ്പോൾ ജ്യോതിഷൻ പറഞ്ഞ് ഇതിനെ ഒഴിപ്പിക്കണം, അല്ലെങ്കിൽ കുഞ്ഞിനോടുള്ള ഈ ആത്മാവിൻ്റെ അഡിക്ഷൻ കാരണം ചിലപ്പം ഏതെങ്കിലും രീതിയിൽ കുഞ്ഞിനെ ഇല്ലായ്മ ചെയ്ത് കളയും. പ്രശ്നങ്ങൾ കാരണം ചില പ്രേതഭാവങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, ഞാൻ ഒറ്റയ്ക്കാണ് നീയും കൂടെ വാന്ന് പറഞ്ഞ് വിളിക്കുന്ന പോലെ ഈ കുഞ്ഞിനെയും കൊണ്ടുപോകാൻ ചാൻസ് ഉണ്ട്. അപ്പോഴങ്ങനെ അതിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളെ കാണാൻ വന്നത്. പക്ഷെ എന്തോ ഗുരുക്കന്മാരുടെയും ദൈവത്തിൻ്റെയൊക്കെ സഹായം കൊണ്ട് നമ്മുടെ അടുത്ത് കാണാൻ വന്ന ഒരു അമ്മയും കുഞ്ഞല്ലേ, ആ കുഞ്ഞിൻ്റെ അമ്മയാണ് കൂടെ വന്നത്. അമ്മ മീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുഞ്ഞിൻ്റെ അമ്മയല്ല, കുഞ്ഞിൻ്റെ അമ്മമ്മയാണ്. അത് അമ്മമ്മയാണ്. അതെനിക്ക് ഡൗട്ട് വന്നു. അവര് നോർത്ത് ഇന്ത്യൻസ് ആയതുകൊണ്ട് നമുക്കൊന്നും മനസ്സിലാവണ്ടില്ല. അപ്പൊ അവര് വന്നു. അന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു ഒരു ചരടൊക്കെ ജപിച്ചു തരുമെന്ന്. ഞാൻ പറഞ്ഞു സൈക്കോളജിയിൽ ചരട് ജപമൊന്നുമില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ എന്തായാലും ആ കുഞ്ഞിന് പോകുന്ന സമയത്ത് ഞാൻ കയ്യിലെടുത്ത് വെച്ച് ആ കുഞ്ഞിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചിരുന്നു. ദൈവമേ, ഇവരുടെ നമ്മൾ ചിന്തിക്കുന്നത് സംഭവിക്കുന്നതാണല്ലോ. കുഞ്ഞിൻ്റെ ലൈഫിൽ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നു. കാരണം പ്രത്യേകിച്ചൊരു പെൺകുഞ്ഞ് എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാൽ നമുക്കും വിഷമമാണ്. നമ്മളും കണ്ടു വളർന്ന് നമ്മുടെ വീട്ടിൽ വന്ന് അത്ര അറ്റാച്ച്ഡായ കൊച്ചാണ്. അതുകൊണ്ടാണ് ഞാൻ ആ കൊച്ചു ചോദിച്ച പാവയെ തന്നെ ഞാൻ കൊടുത്തു വിട്ടത്. ഞാൻ കൊടുക്കില്ല ആ സാധനം, കാരണം അതെനിക്ക് അത്രയും പ്രിയപ്പെട്ടതായിരുന്നു. പക്ഷെ ആ കുഞ്ഞ് ചോദിച്ചപ്പോൾ എനിക്ക് അതിന് നോ പറയാൻ പറ്റിയില്ല. അതാണ്. അപ്പം ഈ ചില ഇൻസിഡൻറ്റുകളിൽ നമ്മൾ മരണപ്പെട്ടു പോയി കഴിഞ്ഞാലോ നമ്മുടെ സാന്നിധ്യം വീട്ടിലുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ ഇങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ചില കൊച്ചുങ്ങൾ ജനിച്ചു കഴിഞ്ഞതേ അച്ചച്ചൻ വരുന്നു എന്നൊക്കെ പറഞ്ഞ് രാത്രി വിരല് ചൂണ്ടുന്നതും കൈ ചൂണ്ടുന്നതൊക്കെ, ഇങ്ങനത്തെ ഇൻസിഡൻറ്റ് ഒത്തിരി ഉണ്ട്. അത് പക്ഷേ നമ്മൾ ഇച്ചിരി ശ്രദ്ധിക്കണം. കാരണം എന്ത് ചെയ്യുന്നു, ഈ നമ്മുടെ മറ്റേ ഈ എന്താ പറയുക സോമനാംബുലിസോ അല്ലെങ്കിൽ പാരാസ്ലീപ്പ് ഇൻസോമാനിയ എന്ന് പറയുന്ന പോലെ ഉറക്കത്തിൻ്റെ ഇടയ്ക്ക് എഴുന്നേറ്റ് ചിലപ്പോൾ കൊച്ചുങ്ങൾ പുറത്തോട്ടൊക്കെ പൊക്കളയും. അവരുടെ സ്ലീപ്പിൽ സംഭവിക്കുന്നതാണ്. സ്ലീപ്പ് ഡിസോർഡർ ആണത്. പക്ഷെ ഇത്തരം സംഭവങ്ങൾ കാരണം അവർക്ക് പരിചയമുള്ള ആൾ വിളിക്കുന്ന പോലെ തോന്നിയിട്ട് ഇവരിറങ്ങിപ്പോകും. ഇത്തരം ഇൻസിഡന്റ് ഉണ്ടാകാറുണ്ട്. അതിത് പേടിക്കൊന്നും വേണ്ട. അതാണ്.